ഡിസംബർ 17 വിശുദ്ധ ഒളിമ്പിയാസിന്റെ തിരുനാളിൽ ആഗോള സഭ. പൗരസ്ത്യ സഭയിലെ വിധവകളുടെ കീർത്തിരത്നമാണ് വിശുദ്ധ ഒളിമ്പിയാസ്. സമ്പത്തും കുലീനത്വവും ചേർന്ന കുടുംബത്തിൽ AD 168 അവൾ ജനിച്ചത്. മാതാപിതാക്കന്മാർ നേരത്തെ മരിച്ചതിനാൽ പിതൃസഹോദരനായ പ്രൊക്കോപ്പിയസിന്റെ കീഴിൽ ഭക്തയായ തെയോഡേഷ്യയുടെ സംരക്ഷണത്തിൽ അവൾ വളർന്നു വന്നു. ചെറുപ്പത്തിൽ തന്നെ തെയോഡിഷ് ചക്രവർത്തിയുടെ ഖജാൻചി നെബ്രിദിയോസ് അവളെ വിവാഹം കഴിച്ചു. വിവാഹം കഴിഞ്ഞ് 20-ാം ദിവസം അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. പല യുവാക്കളും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. ചക്രവർത്തി അവളെ വിവാഹത്തിന് പ്രേരിപ്പിച്ചു. എങ്കിലും ഒളിമ്പിയാസ് തന്റെ നിശ്ചയത്തിൽ ഉറച്ചുനിന്നു. പ്രാർത്ഥനയിൽ അവൾ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. മൃദുലമായ അവളുടെ ശരീരത്തെ ഉപവാസം കൊണ്ട് മർദ്ദിച്ചു. എളിമയും ശാന്തതയും വഴി അവൾ സ്വന്തം ഇഷ്ടത്തെ ക്രൂശിക്കുകയും ചെയ്തു. തന്റെ ഓഹരി തിരുസഭയ്ക്കും ദരിദ്രർക്കുമായി അവൾ ഭാഗിച്ചു കൊടുത്തു. വിശുദ്ധ ക്രിസോസും വിശുദ്ധ എപ്പിഫാനിയോസും വിശുദ്ധ പീറ്റർ സെബാസ് എന്നിവരെല്ലാം അവളുടെ വിശുദ്ധിയെ സമാദരിച്ചതായി ചരിത്രത്തിൽ നാം കാണുന്നു. വിശുദ്ധ ക്രിസോസ്റ്റമായിരുന്നു ഒളിമ്പിയാസിന്റെ ജ്ഞാനപിതാവ്. AD 404 ജൂൺ 20-ാം തീയതി വിശുദ്ധൻ നാടുകടത്തപ്പെട്ടപ്പോൾ ഒളിമ്പിയാസിന് ഒരു ഉപദേഷ്ടാവില്ലാതായി. ഒപ്താത്തൂസ് എന്ന ഗവർണറും അസ്രാനിയൂസ് എന്ന ശീഷ്മയിൽപ്പെട്ട ഒരു മെത്രാനും അവളെ കഴിയുന്നത്ര ദ്രോഹിച്ചു. അവർ വലിയ പിഴ അവൾക്കിട്ടു. അവളുടെ വസ്തുവകകൾ അന്യായമായി ലേലം വിളിച്ചു വിറ്റ് പിഴ ഈടാക്കി. അവൾ സ്ഥാപിച്ച മഠത്തിലെ കന്യാസ്ത്രീകളെയും അവളെയും മഠത്തിൽ നിന്ന് ഇറക്കിവിട്ടു. ഈ കഷ്ടതകളെല്ലാം ആവലാതി കൂടാതെ അവൾ സഹിച്ചു. AD 420 42-ാമത്തെ വയസ്സിൽ അവൾ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. വിശുദ്ധ ഒളിമ്പിയാസെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.